ഹലോ, ഇന്ന് നമ്മളൊരു നെയ്മീൻ അല്ലെങ്കിൽ നമ്മൾ അയക്കൂറാന്നാണ് പറയൽ. നെയ്മീൻ എന്നും പറയല്ലോ ഇതിന്. ഇത് വെച്ചിട്ട് തേങ്ങ അരച്ച ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. നെയ്മീൻ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. നെയ്മീൻ വേവിക്കാൻ വെക്കാം. നെയ്മീൻ എടുത്തു. ഇനി അതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി, പച്ചമുളക് ഞാൻ പയ്യെ പിന്നീട്. പിന്നെ ഇത് 1.5 ടേബിൾ സ്പൂണ് ഇത് കാശ്മീരി ചില്ലി ഉണ്ട്. 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട്, തേങ്ങയിൽ അരക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും. ഇത് പിന്നെ കുടംപുളി ഉണ്ട്, നമ്മളിവിടെ ഉണ്ടായതാണ്. അപ്പോൾ ആ കുടംപുളി കഴുകിയിട്ട് ഇതിലേക്ക് ഇടുക. ഇതാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഇതാക്കിയതാണ്, ഉണക്കിയതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടാണ് വേവിക്കുക. ഇത് കഴുകിയിട്ട് ഇടുക. ഇത്രയും വെള്ളം കൊണ്ട് നമുക്ക് വേവിക്കാം. തേങ്ങയുടെ കൂടെ കുറച്ച് കാന്താരിയും ഇഞ്ചിയാണ് ഞാൻ തേങ്ങേൻ്റെ കൂടെ അരക്കാൻ എടുക്കുന്നത്. മീൻ നന്നായി വറ്റിയ ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. അതിന് മുന്നേ പച്ചമുളക്, 4 പച്ചമുളകാണ്. ഇതിൽ ഉപ്പും എരിവും പുളിയെല്ലാം നോക്കണേ. കറക്റ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇടണം. കുടംപുളി വേണമെങ്കിൽ കുടംപുളി ഇടണേ. ഇതിനെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നന്നായി തിളക്കട്ടെ. കറി നന്നായി തിളച്ചേ ഇനി നമുക്ക് വറുത്തിടാം. ചെറിയ ഉള്ളി വറുത്തിടാം. നമുക്ക് വറുത്തിട്ട ഇങ്ങനെ അടിപൊളി കുടംപുളി ഇട്ട നെയ്മീൻ റെഡി. അയക്കൂറക്കറി റെഡി. നമ്മളിവിടെ അയക്കൂറ എന്നാ പറയാ. നല്ല ടേസ്റ്റാണ്. തേങ്ങ അരക്കുമ്പോൾ നമ്മൾ കാന്താരി പച്ചമുളക് ഇഞ്ചിയെല്ലാം തേങ്ങേൻ്റെ കൂടെ അരച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് കടിക്കൂല. ഇവിടുന്ന് ഇങ്ങനെ ഇഞ്ചിയെല്ലാം കടിക്കുമ്പോൾ ആയിരിക്കും ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് അരക്കുന്നത്. അപ്പോൾ അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.